ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ കുടുംബശ്രീയിലെ മെമ്പേഴ്സിന് യൂണിഫോം സാരി എടുക്കാൻ പോണ കാര്യം. ഇന്ന് ഞങ്ങളുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള സാരി സെപ്പറേറ്റ് പാക്ക് ചെയ്യണം. കുഞ്ഞുമണീനെ എടുത്ത് കുടുംബശ്രീക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഈവനിങ് ടൈമിൽ കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടാവും. 2 ആഴ്ച കുടുംബശ്രീക്ക് പോവാത്തതുകൊണ്ട് ഒരുപാട് കണക്കുകൾ എഴുതാനുണ്ടായിരുന്നു. സമ്പാദ്യ പൈസ കൊടുത്ത് ഒപ്പിടലാണ് ഈ അടുത്ത ജോലി. സത്യത്തിൽ കുടുംബശ്രീക്ക് പോണ അവിടെ പോയി ഇരിക്കണ 1 മണിക്കൂർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. വ്യത്യസ്ത പ്രായക്കാരായ ഞങ്ങളിലെ എല്ലാവരിലും ഒരേ മൈൻഡാണ്. കളിച്ചും ചിരിച്ചും 1 മണിക്കൂർ പോണത് അറിയില്ല. കണക്കെഴുത്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും സാരിയൊക്കെ കാണിച്ചു കൊടുത്തു. സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണു. അവരുടെ എല്ലാവരുടെയും മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പ്രസിഡന്റ് സെക്രട്ടറിയും ചേർന്ന് എല്ലാവർക്കും സാരി കൊടുത്തു. അതോടുകൂടി ഇന്നത്തെ കുടുംബശ്രീ യോഗം കഴിഞ്ഞു. ഞങ്ങൾ നടന്ന് വീടെത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മൈൻഡിൽ ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു. ഉച്ചയ്ക്ക് അച്ഛൻ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. മടി കാരണം കഴുകി അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നാൽ ബീഫ് കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഞാനും ചേച്ചിയും കൂടി തീരുമാനിച്ചു. ഞാൻ ബീഫൊക്കെ കഴുകി അടുക്കിലേക്ക് വരുമ്പോഴേക്കും മേടത്തി അമ്മ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ബീഫ് കറി വെക്കാൻ പഠിക്കണത് ഇവിടുത്തെ അമ്മ വെക്കണത് കണ്ടിട്ടും ചോദിച്ചറിഞ്ഞിട്ടുമാണ്. ഇപ്പൊ തരക്കേടില്ലാതെ ബീഫ് കറി വെക്കാനൊക്കെ പഠിച്ചു. ഇവിടുത്തെ അമ്മ അത്യാവശ്യം എല്ലാ കറികളും നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി തരാറുണ്ട്. കുക്കറിലോട്ട് നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ അതിലോട്ട് ഉള്ളികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ഇട്ട് കുഴച്ചിട്ടാണ് വേവിക്കാൻ വെക്കുക. ഒട്ടും വെള്ളം വെക്കാറില്ല. എന്നിട്ട് പോലും വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവാറുണ്ട്. നല്ല മൂപ്പുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒരു 8-9 വിസിലെങ്കിലും വേണ്ടി വരും. കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും ഇതിന് വേണ്ട കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ റെഡിയാക്കാൻ എൻ്റെ കൂടെ അമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഏടത്തിയമ്മ അപ്പോഴേക്കും ചപ്പാത്തി എല്ലാം പരത്തായിരുന്നു. അമ്മ ഞങ്ങളോട് നാട്ടിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പണിയൊക്കെ ചെയ്യണത്. നോൺ വെജ് വെക്കുമ്പോഴേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നിരക്കാൻ കുറച്ചധികം സമയം വേണ്ടി വരും. കുഞ്ഞുമണി എൻ്റെ കൂടെ കൂടിയ പണിയൊന്നും നടക്കില്ല നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞുമണീന്റെ സമയം മെനക്കെടുത്തിന് മാതിരി ഒരു വർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. കുറച്ച് പരിപ്പും ചെറുപയറും ഉഴുന്നും കൂട്ടി കലർത്തി കൊടുത്തു. അത് സെപ്പറേറ്റ് അവൾ ആക്കുമ്പോഴേക്കും നമ്മുടെ അടുക്കളയത്തെ ജോലിയൊക്കെ കഴിയും. അമ്മ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബീഫ് കറി സെറ്റാക്കി എടുക്കാം. കുറെ ചെറിയുള്ളിയും കുരുമുളക് പൊടി ഇട്ട ബീഫ് കറി ടേസ്റ്റ് കൂടുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളിയും നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഞാൻ പൊടികളെല്ലാം ഇടും. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇടും. അത്രേ ഉള്ളൂ ബീഫ് കറി, നിസ്സാരം. ഇനി വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് കുരുമുളക് പൊടിയും ബീഫ് പൊടിയും ഗരം മസാല ഇട്ട് ഇറക്കുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട ബീഫ് കറി ഉഷാറാകും. ഞാൻ ആദ്യമായിട്ട് ബീഫ് വെക്കുമ്പോൾ അതിൽ ലേശം ഉപ്പ് കൂടിപ്പോയി. അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ എപ്പോൾ ബീഫ് വെക്കുമ്പോഴും എനിക്ക് ആ ഓർമ്മയുടെ വരാറ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബീഫ് കറി വെക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഇരിക്കുക. ബീഫ് കറി ആയപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും ചപ്പാത്തിയും ബീഫ് കറി 1 ഗ്ലാസ് കട്ടൻ ചായയൊക്കെ എടുത്ത് മഴയൊക്കെ ആസ്വദിച്ച് TV ഒക്കെ കണ്ട് ഫുഡ് കഴിച്ചു. ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ. ബൈ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.